ഹലോ, അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബറകാതുഹു. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു മാംഗോ പുഡിങ്ങാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് 500 മില്ലി പാലാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് കുറച്ചൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ട് 2 ടീസ്പൂൺ കസ്റ്റാർഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസ്റ്റാർഡ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ ഇത് നമുക്ക് കട്ടയില്ലാതെ കിട്ടും കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ പാലൊക്കെ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഈ പാലിലോട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഏലക്ക ചതച്ചത് അതിനുള്ളിലുള്ള ആ കുരു മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ച കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കസ്റ്റാർഡ് ഒഴിച്ചൊന്ന് തിളച്ച് വരുമ്പോൾ ഈ പാലൊന്ന് ഇറക്കി വെക്കാം. വളരെ കുറച്ച് ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഒരു ഗ്ലാസ് വെള്ളത്തിലൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ കസ്റ്റാർഡിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ച് പാലൊന്ന് ചൂടാറിയതിന് ശേഷം ഞാനൊരു മാങ്ങയുടെ പൾപ്പാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ രീതിയിലൊന്ന് ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പുഡിങ്ങൊക്കെ ഇവിടെ റെഡിയായി. ഇനി എന്തൊന്ന് സെറ്റാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് സെറ്റാക്കുന്ന ഒരു ബൗളിലോട്ട് നമുക്കതൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. തണുപ്പിച്ചെടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം.